എല്ലാവർക്കും നമസ്കാരം. ഞാൻ MK കൃഷ്ണകുമാർ, സംഖ്യാ ജ്യോതിഷി. നിരവധി വർഷക്കാലമായി ജ്യോതിഷ മാഗസിനിലൊക്കെ ലേഖനങ്ങൾ എഴുതി നിരവധി ആളുകളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും നിരവധി പ്രവചനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും ഈ 2025 സെപ്റ്റംബർ 5-ാം തീയതി വന്ന ഈ ഓണക്കാലഘട്ടം നമുക്ക് എല്ലാവർക്കും സമൂഹത്തിന് വളരെ ഗുണപ്രദമായ അവസ്ഥയായിട്ടാണ് നമുക്ക് കാണുന്നത്. സാമ്പത്തിക രംഗത്ത് നമുക്ക് വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. ഈ ഓണക്കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു നൊസ്റ്റാൾജിയ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം ഒരു കഥ രൂപത്തിൽ ഞാനൊന്ന് അവതരിപ്പിക്കാം. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പല സാഹചര്യങ്ങളെ കൊണ്ടും ഒരു 2-3 വർഷക്കാലഘട്ടം വാടകയ്ക്ക് മാറി താമസിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. അപ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓണ ദിവസം തന്നെ എനിക്ക് കുറച്ച് ആളുകളെ കാണേണ്ട കാര്യമായി ബന്ധപ്പെട്ട് ഞാൻ യാത്ര ചെയ്ത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 12:30 സമയമായി. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയന്മാരും ഞാൻ വരുന്നതും കാത്ത് അവർ വീട്ടിൽ ഊണ് കഴിക്കാൻ എൻ്റെ തറവാട്ടിൽ അച്ഛനും അമ്മയും അനിയന്മാരും എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാനങ്ങനെ താമസിക്കുന്ന വീട്ടിൽ വന്നു. എൻ്റെ വാഹനം, ബൈക്ക് വെച്ചു. ഞാനും വൈഫും കൂടി എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറായിപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടുടമസ്ഥൻ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് താമസിക്കുന്നത് കേട്ടോ. അദ്ദേഹം വന്നിട്ട് എന്നെ ഊണ് കഴിക്കാൻ വിളിക്കുകയാണ്. ഞാൻ ആകെ വിഷമിച്ചു പോയി. ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് തലയൂരാൻ എനിക്കിട്ട് പറ്റില്ല. അല്ല, കൃഷ്ണകുമാർ വരണം, ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്, കൃഷ്ണകുമാറും കൂടി ഊണ് കഴിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സില്ലാ മനസ്സോടെ ആ മാമൻ്റെ വീട്ടിലേക്ക്, മാമൻ എന്നാ വിളിക്കുക, മാമൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി. ആ ഓണസദ്യ ഉണ്ണാനായിട്ട് ഇലയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ അവിടെ 2 ഇലയും കൂടി ഇട്ടിരിക്കുന്നു. ഞങ്ങളവിടെ ചെന്നു, ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളവിടെ ഇരുന്ന് സദ്യ വിഭവങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മാമൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മരിച്ചുപോയ എൻ്റെ മകനെ പോലെയാണ് നിങ്ങളെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് മാമൻ എൻ്റെ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് മാമൻ കരഞ്ഞ് 2 തുള്ളി കണ്ണുനീര് ആ ഹാളിൽ എൻ്റെ അടുത്ത് തന്നെ വീഴുണ്ടായി. ഞാൻ ആകെ കോരിത്തെരിച്ചു പോയ നിമിഷമായിരുന്നത്. ഞാനവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഞാനും എൻ്റെ വൈഫ് കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ആ ചേട്ടനും ചേട്ടത്തിയൊക്കെ വിളമ്പി തന്ന ആഹാരമൊക്കെ കഴിച്ച് അവിടുത്തെ ആ മാമനോടും മാമീന്നാണ് വിളിക്കുക, മാമിയോടൊക്കെ ഞങ്ങൾ സംസാരിച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങി. ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഒന്ന് ഊഹിക്കാൻ പറ്റുമോ എല്ലാവർക്കും? എൻ്റെ അനിയന്മാരും എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നത് കാത്ത് നേരം വൈകിയ കാരണം അവരാകെ വിഷമിച്ച് അമ്മ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ആരും ഒന്നും സംസാരിക്കാതെ എന്നോട് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചു, എന്നെ മാമൻ വിളിച്ചു, ഞങ്ങൾക്ക് ചോറ് തന്നു, ഞങ്ങൾക്ക് അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോന്നത്. അത് കാരണം ഇനി ഭക്ഷണം കഴിക്കണ്ട, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ച വഴിക്ക് അമ്മ വളരെ വേദനയോടുകൂടി അമ്മയും കരഞ്ഞു. ഇങ്ങനെ ഒരു ഓണ നിമിഷങ്ങൾ, ഒരു ഓണ അന്തരീക്ഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?